പതിവ് പോലെ തന്നെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ ധോനി ബേബിനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ ഞാനൊന്ന് പുറപ്പെട്ടു. കുട്ടീനെയും പുറപ്പെടിപ്പിച്ചിട്ട് അങ്ങനെ ഞാനും രാശേട്ടനും മോളും കൂടി പോവാണ് കേട്ടോ. മോളെ രാശേട്ടനെ നേരത്തെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. വണ്ടിയിലൊക്കെ ഇരുത്തിയിട്ട് മുടി ചീവിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഞാനും വണ്ടി കയറാൻ പോവാണ് കേട്ടോ. രാശേട്ടൻ അതിനിടയ്ക്ക് കുപ്പിയിൽ കുറച്ച് വെള്ളം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ കേട്ടോ. ആ വണ്ടിയിലെ വെള്ളം കൊണ്ടാണ് കാല് കഴുകുന്നത്. ആൾക്ക് എപ്പോഴും കാല് വേർക്കുന്നത് കൊണ്ട് മൂപ്പർക്ക് എപ്പോഴും കാല് കഴുകണം, കാലിങ്ങനെ വെള്ളം നനയ്ക്കണം. അതൊരു എന്താ പറയുക, അതൊരു ഇതാണ്. മൂപ്പർക്ക് എപ്പോഴും അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ പോകുന്നത് എങ്ങടാന്നായിരിക്കട്ടെ എല്ലാവരും വിചാരം. ഞങ്ങൾ ധോനി ബേബിക്ക് 1.5 വയസ്സിൻ്റെ പോളി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നേരെ ഞങ്ങൾ കാഞ്ഞിരപ്പുഴയ്ക്കാണ് കേട്ടോ പോയത്. അപ്പോൾ കാഞ്ഞിരപ്പുഴയ്ക്ക് പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉള്ള ആ റോഡിൽ തന്നെ പോകണം കേട്ടോ. കാരണം ആ കനാൽ റോഡിൽ തന്നെയാണ് ഞങ്ങൾ വരുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, ടോക്കണൊക്കെ എടുത്തു. ഞങ്ങൾ പോയി. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെയിറ്റൊക്കെ ചെയ്തു, ഇഞ്ചക്ഷനൊക്കെ വെച്ചു. ആൾ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. നേരെ ഞങ്ങൾ വീട്ടിലേക്കും വിട്ടു കേട്ടോ. ടാറ്റാ ബൈ ബൈ.